ഗൈസ് ഇതെൻ്റെ കസിൻ അജ്ജു. അപ്പോൾ അവൾക്ക് ഓർമ്മ വെച്ച് പിന്നെ ആദ്യമായിട്ടാണ് അവൾ മലയാറ്റൂർ മല കയറുന്നത്. അപ്പോൾ ഞാൻ അവൾക്ക് മല കയറിയപ്പോൾ ചെറിയൊരു ടാസ്ക്കൊക്കെ കൊടുത്തായിരുന്നു. അതായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെന്നിറങ്ങിയാടി തന്നെ അടിവാരത്ത് നല്ല കടകളൊക്കെ കണ്ടപ്പോഴത്തേന് ആൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. പിന്നെ തിരിച്ചിറങ്ങി വരാമ്പോൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. അപ്പോൾ നമ്മൾ കുരിശടി മുതൽ കുരിശിൻ്റെ വഴിയും ചെല്ലി തിരിയും കത്തിച്ചായിട്ട് മുകളിലേക്ക് കയറിപ്പോയത്. തുടക്കത്തിൽ ആൾക്ക് നല്ല ആവേശമായിരുന്നു കേട്ടോ. ഓടിച്ചടിയൊക്കെയാണ് കയറിയത്. കുറച്ചും കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് മടുക്കുകയും ചെയ്തു. ആക്ച്വലി ഈ വട്ടം മല കയറാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചല്ല കേട്ടോ. ഇവളാണെങ്കിൽ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് പറയണത് മല കയറാൻ പറ്റണതെന്ന്. അങ്ങനെ മല കയറി കഴിഞ്ഞപ്പോൾ അവൾക്ക് തന്നെ കയറാനായിരുന്നു മടി. അപ്പോൾ ഞാൻ മേളിൽ കൊണ്ടുവച്ചേക്കുന്ന കുരിശൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ആൾക്ക് നന്നായിട്ട് വണ്ടറായിട്ടോ. പിന്നെ നമ്മൾ തോമാസ് ലീഹയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ നമ്മൾ താഴെ നിന്ന് പഴമൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. ഇവിടുന്ന് ചായയും മേടിച്ച് നമ്മളത് കുടിച്ചു. അങ്ങനെ ആന കുത്തിയ പള്ളിയും പൊന്നും കുരിശും ഒക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയായിരുന്നു. തോമാസ് ലീഹയുടെ പാദം കാണിച്ചു തരാനൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കാണിച്ചു കൊടുത്തു. എനിക്ക് ശരിക്കും ഒരു ഗൈഡിൻ്റെ ഒരു പണി പോലെയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം എല്ലാം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ ഞാനും ഭയങ്കര ത്രില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പാറയുടെ മേളിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് നമ്മൾ തിരിച്ചിറങ്ങിയത്. അപ്പം അവിടെ കിടന്ന് കുറേ നേരം ചിരിയും കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ